ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം തിരഞ്ഞെടുക്കാൻ. പിന്നെ നല്ല വലിപ്പമുള്ള ബ്രെഡാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടുള്ള വെള്ളം ചേർത്തത് നമുക്കിത് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാനാണ് പഞ്ചസാര കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഷുഗർ സിറപ്പിന് ഒരു വാനില ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ്. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് 30 രൂപയുടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ആ വൈറ്റ് ക്രീം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് നമുക്കൊരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ബിസ്ക്കറ്റ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ 6 ബ്രെഡ് എടുക്കുമ്പോൾ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ആ ബിസ്ക്കറ്റ് ക്രീം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് നമുക്ക് ക്ലീനായ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള 250 ml കപ്പിൽ 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ പാൽ ഞാൻ ഒരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വീതം ഒഴിച്ചിട്ട് നമ്മുടെ ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഈ 1 കപ്പ് പാലും എനിക്ക് ആവശ്യം വന്നിട്ടില്ല. എനിക്കൊരു 1.5 ടേബിൾ സ്പൂൺ പാലോളം ബാക്കി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ പാലിനെ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആ വൈറ്റ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പാലൊഴിക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ തന്നെ മതി, കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ഒരുപാട് ലൂസായി പോകും. അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ എന്താ പറയുക, ബിസ്ക്കറ്റിൻ്റെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കൂട്ട് പ്ലേറ്റിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഏതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ബ്രെഡൊന്ന് ഓടിക്കളിക്കാതിരിക്കാനാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രെഡ് നനച്ചെടുക്കണം കേട്ടോ. കാര്യം വെച്ചാൽ ബ്രെഡ് നന്നായിട്ട് നനയുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റും നല്ല ഒരു സോഫ്റ്റും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ സാധാരണ എങ്ങനെയാണോ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് കുറച്ചുകൂടെയൊക്കെ അധികമാണെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് വല്ല നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, ചെറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റി അല്ലേ. ഇനി അടുത്ത ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് ഇതേപോലെ എന്താ പറയുക, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ കൂട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടും റെഡിയാക്കി എടുക്കാം. അതാ മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ കൂടി നന്നായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചേർത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ലെവൽ ചെയ്തൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ വൈറ്റ് ക്രീമിനെ നമ്മൾ വിൽമ കവറിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിൽമ പാക്കറ്റ് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടാലും മതി, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്താലും മതി. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലാത്തവർക്ക്
കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ഗാർണിഷ് ചെയ്ത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരല്പം ഷുഗർ ബോൾ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. അപ്പോൾ അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം, തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കിയ അപ്പം തന്നെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ അതാ ഇവിടെ ഫുള്ള് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കത്തി വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകും. നല്ല സോഫ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്കാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.